വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാ മാതാപിതാക്കളും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാര്യം ഈ സ്കൂള് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കാര്യം ഞാൻ അമ്മയുടെ ഭാഗമാണ്. നമ്മളെല്ലാവരും 45 വർഷത്തിന് മുമ്പാണ് ഞാൻ അവസാനമായിട്ട്, അമ്മ റിട്ടയർ ചെയ്യുന്ന സമയത്താണ് ഞാൻ അവസാനമായി ഇവിടെ വരുന്നത്. പക്ഷെ എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് അമ്മ എന്നെ ഇവിടെ കൊണ്ടുവരും. ഇവിടെ ചേച്ചിമാരുടെ കൂടെ തന്നെ അന്ന് ഇരുത്തും ക്ലാസ്സുകളിൽ. എപ്പോഴൊക്കെ അവസരം കിട്ടിയാലും യൂത്ത് ഫെസ്റ്റിൽ എപ്പോൾ നടന്നാലും ഇവിടെ കൊണ്ടുവരും. അമ്മയാണ് അന്ന് ഈ സ്കൂളിൻ്റെ കലയുടെ ഓൾ ഇൻ ഓൾ എല്ലാ കുട്ടികളെയും യുവജനോത്സവത്തിന് വേണ്ടി ഒരുക്കുക, ഇവിടുത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് വേണ്ടി ഒരുക്കുക. എല്ലാ തവണയും കൊട്ടാരക്കര നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ നിങ്ങളുടെ സ്കൂൾ തന്നെയാണ് ഏറ്റവും നന്നായിട്ട് പങ്കെടുക്കുന്നത്. അപ്പം അതിന് വേറെ അമ്മ തന്നെയാണ് എല്ലാത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. അമ്മയ്ക്ക് സ്കൂൾ എല്ലാവിധ അധികാരവും അതിന് കൊടുത്തിരുന്നത്. അപ്പോൾ അതിനെല്ലാം എന്നെ കൊണ്ടുവരും. എന്നെ കലയുടെ ലോകത്തിലേക്ക് പിടിച്ചു കയറ്റുന്നത് അമ്മയാണ്. ഈ സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്ത് ജില്ലാ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും പോകുമ്പോഴും ഞാൻ അമ്മയുടെ കൂടെയുണ്ട്. ഇപ്പോഴും ഓർമ്മയുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കണ്ണൂർ സംസ്ഥാന യുവജനോത്സവം നടക്കുമ്പം ഈ സ്കൂളിൽ നിന്ന് അന്ന് ഒപ്പനയ്ക്ക് സംസ്ഥാന ലെവലിൽ ഈ സ്കൂളിൻ്റെ ടീമിനാണ് സെലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലിരുന്ന ആ ഒപ്പനപ്പാട്ട് അമ്മ എഴുതുന്നപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററുമൊക്കെ കൂടെയുണ്ട്. ഞങ്ങളാണ് അഭിപ്രായമൊക്കെ പറഞ്ഞ് ഞങ്ങളത് കമ്പോസ് ചെയ്ത് അത് അവസാനം കണ്ണൂർ പോകുമ്പം എൻ്റെ സ്കൂളിൽ നിന്ന് കവിതാരചനയ്ക്ക് ഞാൻ സംസ്ഥാന യുവജനോത്സവത്തിന് പോകുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാം ഒരേ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഇത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു 8ാം ക്ലാസ് തൊട്ട് തന്നെ ഈ സ്കൂളിലെ 10ാം ക്ലാസ് കുട്ടികളുടെ പരീക്ഷ പേപ്പറിന്റെ എ പാർട്ട് ഞാനാണ് നോക്കുന്നത്. ഈ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉത്തരം എടുക്കണമല്ലോ. അപ്പൊ അത് അമ്മ പറഞ്ഞു തരും, ഇന്ന സാധനമാണ് ശരി, ഇത് കംപ്ലീറ്റ് നോക്കാൻ പറ്റും. അപ്പൊ ഈ ജോബ് ഡെലിഗേഷൻ ആദ്യമായിട്ട് ഞാൻ പഠിക്കുന്നത് അവിടെ നിന്നാണ്. കാര്യം അമ്മയ്ക്ക് 100 കൂട്ടം പണിയുണ്ട്. അമ്മ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെത് നാട്ടിലെ എല്ലാ പരിപാടിക്കും 1 മിനിറ്റ് പോലും അമ്മ സമയം കളയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അമ്മ രാവിലെ ഞങ്ങളെല്ലാം 5 മണിക്ക് എണീപ്പിക്കും. അതിനു മുമ്പ് തന്നെ അമ്മ എണീറ്റ് 4:45 ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കി തരും. രാത്രി ഞങ്ങൾ ഉറങ്ങിയതിന് ശേഷമാണ് അമ്മ ഉറങ്ങുന്നത്. അതുകൊണ്ട് അമ്മ ഉറങ്ങി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അവധി ദിവസം വന്നു കഴിഞ്ഞാലും ഞങ്ങളുടെ നാട്ടിലെ സോഷ്യൽ വർക്കുകളിലെല്ലാം പങ്കെടുക്കും. അപ്പം അതിനിടയിൽ ഈ ജോബ് ഡെലിഗേഷൻ്റെ ഭാഗമാണ് ഈ പരീക്ഷ പേപ്പർ വരുമ്പം ഈവൻ SLC എക്സാമിൻ്റെ പേപ്പർ അന്നൊക്കെ വീടുകളിൽ വെച്ച് നോക്കുന്നുണ്ട്. അതിൽ പോലും കാര്യം ഈ ബ്രാക്കറ്റുള്ളതിനകത്ത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അതിൻ്റെയുള്ള ഗുണം എന്ന് വെച്ചാൽ ഞാൻ ഇത് നോക്കി ഇതിനകത്ത് നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഭയങ്കര മാർക്ക് കിട്ടുന്ന കുട്ടികളുടെ ആൻസർ ഷീറ്റാണ്. അതിൽ ചിലതൊക്കെ നല്ല കൈയക്ഷരമാണ്. അപ്പം നല്ല കൈയക്ഷരം നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികളുടെ പേപ്പർ ഞാൻ മൊത്തം ഇരുന്ന് വായിക്കും. അപ്പോൾ ഈ 8ാം ക്ലാസ് തൊട്ടേ എനിക്ക് ഈ 10ാം ക്ലാസ്സുകാരുടെ ഒക്കെ എനിക്കറിയാം. അതുകൊണ്ട് മലയാളത്തിൽ ഞാൻ പുല്ലിയായിരുന്നു സ്കൂളിൽ. അതല്ല, അമ്മ മലയാള അധ്യാപികയായിട്ടല്ല തുടങ്ങിയത്. കേരളം കണ്ട ഏറ്റവും വലിയ, കേരളമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംസ്കൃതത്തിലെ ഡിഗ്രിയാണ് മഹോപാധ്യായ. ശാസ്ത്രി പരീക്ഷ കഴിഞ്ഞിട്ട് 5 വർഷത്തെ ഒരു കോഴ്സാണ്. ഇന്നത്തെ കാലത്തെ ഇന്റഗ്രേറ്റഡ് എഞ്ചിനീയറിംഗിന്, അതായത് മാസ്റ്റേഴ്സ് എഞ്ചിനീയറിംഗ് പോലെ സംസ്കൃതത്തിലും 5 വർഷത്തെ കോഴ്സ്. അന്ന് അത് തിരുവനന്തപുരത്തെ ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ്, അതായത് അന്ന് മഹാരാജാസ് കോളേജായിരുന്നു, മഹാരാജാവ് തുടങ്ങിയ കോഴ്സാണ്. അതിൽ വ്യാകരണത്തിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ വ്യക്തിയാണ്. പക്ഷെ അന്ന് ഇവിടെ ഈ സംസ്കൃതം സ്കൂളുകളിൽ ഇല്ലാത്തത് കൊണ്ടാണ് അമ്മ പിന്നെ മലയാളത്തിലേക്ക് മാറിയത്. അമ്മ ശരിക്കും എന്ന് വെച്ചാൽ അന്നത്തെ ആ ക്വാളിഫിക്കേഷൻ വെച്ച് കോളേജുകളിൽ ആണ് പഠിപ്പിക്കേണ്ടത്. അന്നത്തെ പ്രൊഫസറായി മാറേണ്ട വ്യക്തിയാണ്. പക്ഷെ അമ്മയുടെ കഴിവ് അവിടെ അല്ലാതെ കിടന്നത്. കേരളം കാണേണ്ട ആദ്യത്തെ വനിതാ മന്ത്രിയാവേണ്ട വ്യക്തിയാണ്. കാര്യം അമ്മ അന്ന് കോൺഗ്രസിന്റെ ശക്തമായ ലീഡറായിരുന്നു ഈ പഠിക്കുന്ന കാലത്ത്. അന്നത്തെ കേരള സഭ കൂടുന്ന സമയത്ത് ക്ലാസ് കഴിഞ്ഞാൽ നേരെ അവിടെ പോയിരുന്ന് ഇതിന്റെ നിയമനിർമ്മാണം എല്ലാം പഠിക്കുന്ന വ്യക്തിയാണ്. അമ്മയുടെ കൂടെ താമസിച്ചവരെല്ലാം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരായി മാറി. KR ഗൗരി, സുശീല ഗോപാലൻ, ഐഷബായ്, ഇവരൊക്കെ ആക്ച്വലി അമ്മയുടെ കൂടെ അവർ ഒരുമിച്ച് താമസിച്ചവരായിരുന്നു. അതിലും കോൺഗ്രസിനെ നയിച്ചതും ഏറ്റവും വലിയ പ്രഭാഷക അമ്മയായിരുന്നു. അന്ന് മഹാത്മാഗാന്ധി മരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വനിതകളെ മുഴുവൻ നയിച്ചത് അമ്മയാണ്. കാര്യം അന്നത്തെ ഏറ്റവും അറിയപ്പെട്ട ഫെമിനിസ്റ്റ് അമ്മയായിരുന്നു. പക്ഷേ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല, വീട്ടിലമ്മ ഏറ്റവും മാതൃക, അച്ഛൻ പറഞ്ഞാൽ കേൾക്കുന്ന ഫെമിനിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് മാതൃകകൾ കാട്ടിയ ആ അമ്മയിൽ നിന്ന് കിട്ടിയ കഴിവുകൊണ്ടായിരിക്കും ഞാനും കവിത എഴുത്തിലേക്ക് ഇറങ്ങിയത്. അല്ലാതെ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതാണ്. പക്ഷെ ഇന്ന് 3 മഹാകാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്.
8 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കവിത എഴുത്തിൽ ലോക റെക്കോർഡുണ്ട്. എല്ലാ ദിവസവും കഴിഞ്ഞ 8 വർഷത്തിലധികമായിട്ട് എല്ലാ ദിവസവും ഒരു ദിവസം പോലും ബ്രേക്ക് ഇല്ലാതെ, ഇത്രയും തിരക്കുണ്ടെങ്കിലും ആ ഉള്ളിലെ കഴിവ്, അമ്മയിൽ നിന്ന് കിട്ടിയ കഴിവ് ഒട്ടും മുടക്കം വരുത്താതെ എല്ലാ ദിവസവും അന്ന് എന്നെ സ്വാധീനിക്കുന്ന കാര്യം. ഇന്ന് ഒരുപക്ഷെ ഈ സ്കൂളിലെ ഈ അനുഭവമായിരിക്കും എൻ്റെ നാളത്തെ കവിതയായി മാറുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് എന്നെ എന്ത് സ്വാധീനിക്കുന്നു അത് നാളത്തെ കവിത. അങ്ങനെ എഴുതി അത് അന്നേരം തന്നെ മ്യൂസിക് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. മലയാളം വായിക്കാൻ അറിയാത്ത ഒരുപാട് പേര് ഈ കവിത കേൾക്കുന്നുണ്ട്. അതിന് 4 വരിയേ ഉള്ളൂ. അത് മ്യൂസിക് ഇട്ട് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. വിദേശത്തുള്ള മലയാളികൾക്കൊന്നും മലയാളം ശരിക്കും അറിയില്ല. കേരളത്തിന് പുറത്തുള്ളവർക്ക് പോലും അറിയില്ല. ഇപ്പം വന്ന് കേരളത്തിനകത്തുള്ള ചില സ്കൂളുകളിലും അറിയില്ല. അപ്പോൾ അവിടെയാണ് ഈ സ്കൂളിലെ ഞാൻ സത്യം പറയാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാര്യം ഈ അമ്മയുടെ 10ാം ക്ലാസ്സിലേക്ക് 8 വരെയുള്ള ഈ ആൻസർ ഷീറ്റ്സ് വായിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ സിലബസിലുള്ളത് മാത്രമല്ല കുട്ടികൾ എഴുതുന്നത്. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനോട് അനുബന്ധിച്ച് എഴുതുന്നതെല്ലാം കാളിദാസിന്റെ ബുക്സിനെ കുറിച്ചൊക്കെ റെഫർ ചെയ്തുകൊണ്ടാണ്. അതായത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ വന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ചില ദിവസങ്ങളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ വരുമ്പോൾ അമ്മ 10 ക്ലാസ് എടുക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാര്യം അത്രയും മനോഹരം, ഒരു കോളേജ് ക്ലാസ്സിൽ എടുക്കേണ്ടത് പോലെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതൊക്കെ ഈ അമ്മ ഇപ്പോൾ അമ്മയുടെ ഡയറി കുറിപ്പുകളെല്ലാം അമ്മ എഴുതി വെക്കുമായിരുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു പുസ്തകമാക്കി അമ്മയുടെ ഡയറി കുറിപ്പുകൾ, കസ്തൂരി ശലഭം എന്ന് പറയുന്നൊരു പുസ്തകം പബ്ലിഷ് ചെയ്തു. അതിൻ്റെ കോപ്പി ഞാൻ ഇന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ടാവും. അതെടുത്ത് വായിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഓൺലൈനിൽ നിങ്ങൾക്കത് വായിക്കാവുന്നതാണ്. അതിനകത്ത് ഈ സ്കൂളിലെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഒരുപാട് മാതൃകയ്ക്ക് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു അധ്യാപികയുടെ മകനായി ജനിക്കുവാനും ആ അധ്യാപിക ഈ സ്കൂളിൻ്റെ ഭാഗമായതുകൊണ്ട് ഇത്രയും നാളും വരാത്തതിൽ എനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ നേരത്തെ വരേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിന് സാഹചര്യം ഒത്തു വന്നത്. കാര്യം അതിന് സാഹചര്യം ഇപ്പം ഞാൻ വന്നില്ലെങ്കിൽ അത് ഒരുപാട് വൈകിപ്പോകും. നമ്മളെല്ലാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നിങ്ങളും ഇവിടുത്തെ അധ്യാപകരും എല്ലാം നമ്മളൊരു വലിയ പ്രതിസന്ധിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. വിദ്യാഭ്യാസം കാര്യം ലോകം കംപ്ലീറ്റ്ലി മാറുകയാണ്. ഇന്ന് ലോകത്തിൽ ഏതാണ്ട് 6 മേഖലകളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ് ഞങ്ങളത്. ഞങ്ങൾ എന്തുകൊണ്ട് അവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർ പോകുന്നതിനേക്കാൾ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം മുൻകൂട്ടി കണ്ടുകൊണ്ട് യാത്ര ചെയ്തതുകൊണ്ടാണ് വിദേശത്ത് ഉള്ള കമ്പനികളെ എല്ലാം പിന്നിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് അവിടെ എത്താൻ സാധിച്ചത്. അപ്പോൾ ഞങ്ങളുടെ റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട്. ഞങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് ഭാവി കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്കറിയാം എന്താണ് ഇന്ത്യയിൽ അടുത്ത 5 വർഷം അല്ലെ 10 വർഷം കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്നുള്ളത് ഞങ്ങൾക്ക് ഇന്നറിയാം. കാര്യം ഞങ്ങൾ ഓൾറെഡി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഈ AI റെവല്യൂഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ രംഗത്തെയാണ്. നമ്മൾ ഇന്ന് എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇത്രയും ഹ്യൂമൻ റിസോഴ്സ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ഫോഴ്സിനെ കൊടുക്കാൻ പറ്റുന്നത് ചൈനയെക്കാളും കൂടുതൽ ഇന്ത്യക്കാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് മാറിയില്ല എന്നുണ്ടെങ്കിൽ ചൈന കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോലും നമ്മൾ 10 പേര് ചേർന്നാൽ എത്തില്ല. AI ഒരു വ്യക്തിയെ, ഈ പണ്ട് രാവണൻ എന്ന് പറഞ്ഞ 10 തലയുള്ള വ്യക്തി എന്ന് പറയുമല്ലോ, അതുപോലെയാണ് AI ഒരു വ്യക്തിയെ മാറ്റുന്നത്. AIയുടെ സഹായം നമ്മൾ സ്വീകരിക്കാതിരിക്കാം. സ്വീകരിക്കുന്നവൻ രാവണനായിട്ട് മാറും. ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ സമൂഹത്തിൽ നിന്നും സ്റ്റോൺ ഏജിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് എത്തും. നമ്മൾ ഇന്ന് നമ്മുടെ ലോകത്തിലെല്ലാം ജാതി മതം അനുസരിച്ചിട്ട് പലതായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യപ്പെടും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, AIയുടെ ലോകത്ത് 2 തരം ആൾക്കാരെ കാണത്തുള്ളൂ. അവിടെ ആണും പെണ്ണും തമ്മിൽ പോലും വ്യത്യാസമില്ല. AIയുടെ ലോകത്ത് കഴിവുള്ളവനും കഴിവില്ലാതെ, AI ഉപയോഗിക്കുന്നവനും ഉപയോഗിക്കാത്തവനും. ഇത് എന്തുകൊണ്ടെന്ന് പറയാൻ കാര്യം, എൻ്റെ ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇംപ്രൂവ്മെൻറ്റ് സിസ്റ്റം മാനേജ്മെൻറ്റ് എന്ന് പറയും, എഫിസം. ഓരോ വ്യക്തിയുടെയും എഫിഷ്യൻസി എങ്ങനെ അളക്കാം, അതെങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആ സബ്ജക്റ്റ്. അത് ഏതാണ്ട് ഒരു 200ഓളം പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് മെഷർ ചെയ്ത് ചെയ്യുന്നത്. ഞങ്ങളിത് 14 വർഷത്തിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നും ലോകത്ത് മറ്റെങ്ങും തുടങ്ങിയാത്തത്, അതായത് ഞങ്ങൾ എത്ര മുന്നിൽ പോയി എന്നാലോചിക്കണം. ഈ 14 വർഷത്തിന് മുമ്പ് തുടങ്ങിയ റിസർച്ചിൽ നിന്ന് ഞങ്ങൾ ആ സ്കെയില് ഡെവലപ്പ് ചെയ്ത് ഓരോ വ്യക്തിയുടെയും മെഷർമെൻറ്റ് നമുക്ക് എടുക്കാം, അവരുടെ എഫിഷ്യൻസി എത്രയാണെന്നുള്ളത്. അതനുസരിച്ചിട്ട് നമുക്ക് ആ വ്യക്തിയുടെ കഴിവുകേടിനെ മൊത്തം നമുക്ക് കുറച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. ആ രീതിയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ, ഞങ്ങൾക്ക് ഏതാണ്ട് 30 രാജ്യങ്ങളിലായിട്ട് 90ഓളം കമ്പനികളുണ്ട്. ഇപ്പം ഈ 90 കമ്പനികളിൽ 4000-ലേറെ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. മിക്കവാറും എല്ലാ എഞ്ചിനീയേഴ്സാണ്. ഇവരുടെ ഏത് ഡിവിഷനാണ് ഏറ്റവും വലിയ എഫിഷ്യൻസി ഉള്ളത്, ഏത് വ്യക്തിക്കാണെന്നൊക്കെ ഞങ്ങൾക്കുള്ള മത്സരമുണ്ട്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഇത് നേടുന്നത് സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്ന
എൻ്റെ ഗ്രാമത്തിൽ, കാര്യം അമ്മ ഈ ഫെമിനിസ്റ്റ് ആയതുകൊണ്ടും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വ്യക്തമായതുകൊണ്ടും ഞങ്ങളുടെ നാട്ടിൽ അമ്മയൊക്കെ മരിച്ചതിന് ശേഷം, അമ്മ 2011 മരിക്കുന്നത്, അതിനുശേഷം 10 വർഷത്തിന് മുമ്പ് എൻ്റെ വീട് ഓഫീസായിട്ട് മാറ്റി, അത് വനിതകൾക്ക് വേണ്ടി മാത്രമുള്ളതാക്കി. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞങ്ങൾക്ക് 3 വർഷമേ വേണ്ടി വന്നുള്ളൂ നാട്ടിലുള്ള സാധാരണ വനിതകളെ ട്രെയിൻ ചെയ്ത് ലോകത്തിൻ്റെ മുന്നിൽ മത്സരിപ്പിച്ച് 8 വർഷമായിട്ട് ആ ഓഫീസാണ് നമ്പർ 1 എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് AI ബേസ്ഡ് ആയിട്ട് പോകുന്ന സിസ്റ്റം മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധിക കാലം വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവ് 10 മടങ്ങായിട്ട് കൂടുകയാണ്. അപ്പോൾ ഒരു കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ വനിതകളെ നമുക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ എവിടെയും മാറ്റാൻ പറ്റും. ഇത് പക്ഷേ സ്കൂൾ ലെവലിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ മാറ്റം അൺബിലീവബിൾ ആയിരിക്കും. ഇന്ന് ലോകത്തിൽ ഏറ്റവും നന്നായിട്ടുള്ള വിദ്യാഭ്യാസ രീതികൾ നടക്കുന്നത് ജപ്പാനിലും ചൈനയിലും ഫിൻലാൻഡിലൊക്കെയാണ്. ഞങ്ങൾ ഇതെല്ലാം റെഫർ ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്ലേസ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ അതിനേക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇത് 2 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഇതിൻ്റെ ട്രയൽ റൺ തുടങ്ങി. ഇത് വർക്കൗട്ട് ആകുമോ കേരളത്തിൽ? കാര്യം ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. 2 വർഷത്തിന് മുമ്പ് ഇതിനു വേണ്ടി ഒരു സ്കൂൾ ഞങ്ങൾ തിരഞ്ഞെടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്കൂളല്ല ഞങ്ങൾ തിരഞ്ഞെടുത്തത്, ഏറ്റവും അധികം പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ട്രൈബൽ മേഖലയിൽ അട്ടപ്പാടിയിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂള്. അവിടെ 2400 കുട്ടികളാണ് പഠിക്കുന്നത്. ഈ 2400 കുട്ടികളിൽ അവരുടെ ഏതാണ്ട് 40 കിലോമീറ്റർ റേഡിയസിൽ ഒരു സ്കൂളാണ് സെക്കൻഡറി സ്കൂൾ ഉള്ളത്. അവരുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പകുതി കുട്ടികൾ, 1200ഓളം കുട്ടികൾ ജീവിതത്തിൽ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ചില കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് വരണമെങ്കിൽ 5 കിലോമീറ്റർ കാട്ടിലൂടെ നടക്കണം. 6 മണിക്ക് ഇറങ്ങി നടന്നാൽ 7 മണിക്ക് അവർക്കൊരു ബസ് കിട്ടും. അവർക്ക് സ്കൂളിലേക്ക് ഫ്രീ റൈഡ് ഉണ്ട്. 35 കിലോമീറ്റർ ബസ് കയറി സ്കൂളിൽ എത്തുന്നതിൽ പല കുട്ടികളും എന്തിനു വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആ സ്കൂളിലുണ്ടാവും. ഇതായിരുന്നു ആ സ്കൂളിൻ്റെ മെയിൻ. വിദ്യാഭ്യാസത്തിനേക്കാളും വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന കുട്ടികളാണ്. അവർക്ക് വിദ്യാഭ്യാസം സെക്കൻഡറിയാണ്, ജീവിക്കുക എന്നുള്ളതായിരുന്നു ആദ്യം. അത്തരം ഒരു സ്കൂൾ നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏത് സ്കൂളിൽ വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അവിടെ ചെല്ലുന്നത് വായനാശീലം വളർത്തുക എന്ന് പറയുന്ന ഒരു പദ്ധതി. കാര്യം നമ്മൾക്ക് നമ്മളെ മാറ്റാനുള്ള ആദ്യത്തെ ഏറ്റവും മികച്ച ടൂൾ, എല്ലാവർക്കും പറ്റുന്നത് നിങ്ങൾ വായിച്ചു വളരുക എന്നുള്ളതാണ്. സ്കൂളിൽ നിങ്ങളെ 5ഓ 10ഓ പുസ്തകങ്ങളാണ് ടീച്ചേഴ്സ് സ്പൂൺ ഫീഡ് ചെയ്തുപോലെ പഠിപ്പിക്കാൻ സാധിക്കുക. കാര്യം അത് സിലബസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വാരിത്തരുന്നു. പക്ഷേ എൻ്റെ അമ്മ ചെയ്തത്, ഞാൻ പ്രൈമറി ക്ലാസ്സുകളായപ്പോൾ തന്നെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയിട്ട് വായനാശീലമായിരുന്നു തന്നത്. എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ 5ഓ 10ഓ പുസ്തകങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ 100ലധികം പുസ്തകങ്ങൾ വർഷം വായിക്കുമായിരുന്നു. എൻ്റെ സിസ്റ്റർ അതിനേക്കാളും വായിക്കുമായിരുന്നു. ഷീ ഈസ് ഓൾസോ ബിക്കം എ ടീച്ചർ. അങ്ങനെ വായനയിലൂടെയാണ് നമ്മൾ ഈ അറിവും മൊത്തം നേടിയെടുത്തുകൊണ്ടിരുന്നത്. അപ്പം വായനാശീലം വളർത്തുവാൻ നമുക്കൊരു സ്കൂളിൻ്റെ സമയം ഉപയോഗിക്കേണ്ട, അതിനുശേഷമുള്ള നമ്മുടെ സമയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഈ വായനാശീലം വളർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് അവിടെ ചെല്ലുമ്പോഴാണ് ഈ സ്കൂളിൻ്റെ അവസ്ഥ കാണുന്നത്. ഞാൻ വിചാരിച്ചു ഇത് മാറ്റത്തിൻ്റെ തുടക്കം. അങ്ങനെ അവരെനിക്ക് ഇതുപോലൊരു ഹോള് തന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ ഇന്ത്യയിലെ നമ്പർ 1 ക്ലാസ് റൂം, അതായത് തിയേറ്റർ ക്ലാസ് റൂം, ഞാൻ ഒരു മൂവി മേക്കറാണ്. ഈ സിനിമയുടെ ശക്തി എന്താണെന്ന് സിനിമ നിർമ്മിക്കുന്നതിനെ അറിയത്തുള്ളൂ. എനിക്ക് ഒരു സിനിമ സംവിധായകൻ എന്ന നിലയിൽ 2 മണിക്കൂർ കൊണ്ട് 120 മിനിറ്റിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നിങ്ങളുടെ തലയിലേക്ക് നിങ്ങളൊരു നോട്ട് പോലും എഴുതിയെടുക്കാതെ ബ്രില്യൻ്റ് ആയിട്ട് എനിക്ക് കയറ്റിവിടാൻ പറ്റും. നിങ്ങളതൊരിക്കലും മറക്കത്തുമില്ല. അതാണ് സിനിമ. നിങ്ങൾ കാണുന്ന ഓരോ സിനിമയും, തിയേറ്ററിൽ പോയി കാണുന്ന സിനിമയും 120 പേജിൻ്റെ ഒരു സ്ക്രിപ്റ്റാണ്. ഇതേ 120 പേജിൻ്റെ ഒരു പുസ്തകം നിങ്ങൾ സ്കൂളിൽ പഠിക്കണമെങ്കിൽ 1 വർഷത്തെ നിങ്ങൾ മൂക്ക് വെച്ച് ശിക്ഷ വരച്ചിട്ടാണ് ഇത് പഠിക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് കിട്ടുന്നത് 70 മാർക്കോ 80 മാർക്കോ ഒക്കെ കിട്ടിയാൽ കിട്ടി. അതും ഒരുപാട് സ്ട്രെയിൻ എടുത്ത് പലരും വീണ്ടും ട്യൂഷന് പോയിട്ടാണ്. അവിടെയാണ് സിനിമയുടെ പവർ. പക്ഷേ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമ തന്നെ നിങ്ങൾ വീട്ടിൽ TV കാണുമ്പോൾ നിങ്ങൾ പിന്നീട് അത് മറന്നുപോകും. എന്തുകൊണ്ടെന്നാൽ തിയേറ്റർ ക്ലാസ് റൂമിനുള്ളിൽ നിങ്ങൾ ഒന്നിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആണ്. അവിടെ നിങ്ങൾ വേറെ ഒന്നും അറിയുന്നില്ല. പുറത്തു നിന്നുള്ള ഒരു ശബ്ദവും അവിടെ വരുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഈ ഹാളിനുള്ളിൽ 100 കണക്കിന് ഫ്രീക്വൻസിയിലുള്ള സൗണ്ടുകളുണ്ട്. നമ്മുടെ ബ്രെയിനിന് 2 ഹെർട്സ് to 20,000 ഹെർട്സ് വരെയുള്ള സൗണ്ട്സ് എടുക്കാൻ പറ്റും. ഒരു സിനിമ തിയേറ്ററിനുള്ളിൽ ഈ പുറത്തുനിന്നുള്ള ശബ്ദം മുഴുവൻ നമ്മളങ്ങ് അറസ്റ്റ് ചെയ്യും. അതാണ് അക്യൂസ്റ്റിക് ചേംബറാണ് ഒരു തിയേറ്റർ. ഇതിനുള്ളിൽ
സംവിധായകൻ ഏത് ശബ്ദം നിങ്ങളുടെ ബ്രെയിനിലേക്ക് കയറ്റാൻ ആഗ്രഹിക്കുന്നു ആ ശബ്ദം മാത്രമേ അതിനകത്തുള്ളൂ. അതുപോലും ഈ അക്യൂസ്റ്റിക് ചേംബറിലായതുകൊണ്ട് എക്കോ ആവത്തില്ല. നിങ്ങളുടെ ഉള്ളിലേക്ക് പഞ്ച് ചെയ്യുന്ന ആ ഒരൊറ്റ സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് തിയേറ്ററിനുള്ളിൽ നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ഓർത്തു വെക്കുന്നതും. അവിടെ ഒരു 4K പ്രൊജക്ഷൻ ആണെങ്കിൽ ആ ക്വാളിറ്റി ഓഫ് സൗണ്ട്, നമ്മുടെ ആംഗ്ലോ വിഷൻ 140 ഡിഗ്രിയിൽ എന്ത് കാണുന്നോ അത് മാത്രമേ ബ്രെയിൻ അബ്സോർവ് ചെയ്തത്. ടി വിയിൽ അങ്ങനെയല്ല. ടി വി നിങ്ങൾ ഇത്രയും കാണുമ്പോൾ അതിൻ്റെ പുറത്തൂടെ വേറെ കുറേ കാര്യങ്ങളുടെ കയറി വരുന്നു. ഇതൊരു ഉറക്കം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അതേസമയം നമ്മുടെ കൺവെൻഷണൽ ക്ലാസ് റൂമിൽ നിയമപരമായിട്ട് ഓരോ ക്ലാസ്സിലും ഇത്രയധികം വിൻഡോസ് വേണം. ഒരു അധ്യാപകൻ വന്ന് ഒരു സ്ഥലത്ത് വന്ന് പഠിപ്പിക്കുകയാണ്. അതായത് കുട്ടിയുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള എല്ലാം ആ ക്ലാസ് റൂമിനകത്തുണ്ട്. ഇവിടെ നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോൾ വണ്ടി പോകുന്ന സൗണ്ട്, കിളികളുടെ സൗണ്ട്, ഒരുപാട് സൗണ്ട് വേറെ വരുന്നു. ഇതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇതൊന്നും മെമ്മറിയിൽ നിൽക്കാൻ പറ്റാത്ത. ചില കുട്ടികൾക്ക് മെമ്മറി കൂടുതലുള്ളവർ നിൽക്കും. ഇത് വെറും മെമ്മറി ടെസ്റ്റ് ആയിട്ട് മാറുന്നു. ഇവിടെയാണ് തിയേറ്റർ ക്ലാസ് റൂമും സാധാരണ ക്ലാസ് റൂമും ആയിട്ടുള്ള വ്യത്യാസം. ഇതുകൊണ്ടാണ് ആ സ്കൂളിൽ ഞങ്ങൾ ആദ്യം പോയിട്ട് ഒരു തിയേറ്റർ ക്ലാസ് റൂം ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് ആ സ്കൂളിലെ ഒരു അധ്യാപിക മാത്രമായിരുന്നു, അധ്യാപിക. പിന്നീട് വേണ്ടിയിരുന്നത് ഒരു ഫിലിം ക്ലബ്ബായിരുന്നു. കാര്യം ഞങ്ങൾ കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന ഒരു പാരലൽ സിസ്റ്റമാണ് അവിടെ നമ്മൾ ചെയ്തത്. കാര്യം അവിടെ ഞങ്ങൾ പഠിപ്പിക്കുന്നതൊന്നും സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യമല്ല, ഇൻഡസ്ട്രിക്ക് വേണ്ടുന്ന കുറേ കാര്യങ്ങളാണ്. ഞങ്ങൾ 2 ദിവസം കൊണ്ട് അവരെ എങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാം എന്നുള്ളത് പഠിപ്പിച്ചു. ഷോർട്ട് ഫിലിം എങ്ങനെ ഉണ്ടാക്കാം, ഒരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുക. അവരുടെ മൊബൈലില്ല, അപ്പം ടീച്ചേഴ്സിൻ്റെ കയ്യിൽ മൊബൈൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്. 1 മാസത്തിനുള്ളിൽ സിനിമ കാണാത്ത ഈ കുട്ടികൾ 12 ഷോർട്ട് ഫിലിം ചെയ്തു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 1 മാസത്തിനുള്ളിൽ. ഈ വർഷം നടന്ന ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ 2ാം സ്ഥാനം വാങ്ങിയിരിക്കുന്നത് ഈ പദ്ധതിയിൽ പങ്കെടുത്ത ടീച്ചർ തൊട്ടടുത്ത ഒരു ട്രൈബൽ സ്കൂളിൽ ചെന്നിട്ട് അവിടെ ഒരു ഫിലിം ക്ലബ് ഇതുപോലെ തുടങ്ങി. അതായത് അവിടെ ഇപ്പോൾ 3 ട്രൈബൽ സ്കൂളിൽ ഇത് ഫോളോ ചെയ്യുകയാണ്. അവരിന്ന് വിൻ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഈ കുട്ടികളെ സ്പോർട്സ് പഠിപ്പിക്കുന്നത് ഗ്രൗണ്ടിൽ ഇറക്കിയിട്ടല്ല, ഞങ്ങൾ അവരെ പഠിപ്പിക്കുന്നത് സ്പോർട്സ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയാണ് പഠിപ്പിക്കുന്നത്. അതല്ലാതെ കളിക്കാനല്ല ഞങ്ങൾ പഠിപ്പിക്കുന്നത്. കാര്യം ക്രിക്കറ്റ് IPL നടക്കുമ്പോൾ 22 പേര് ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ആ ഇൻഡസ്ട്രിയിൽ 20,000 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ കടന്ന് ചെല്ലാം, എങ്ങനെ ഒരു തൊഴിൽ അവിടെ നേടാം, ആ കളിയോട് പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എൻജോയ് ചെയ്തുകൊണ്ട് ആ ജോബ് ചെയ്യാം. ഇതാണ് ഞങ്ങളവിടെ പഠിപ്പിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ റഗ്ബി ക്ലബ്ബും ബേസ്ബോൾ ക്ലബ്ബും അസോസിയേഷൻ്റെ അംഗീകാരമുള്ള ഏക സ്കൂള് ഈ ട്രൈബൽ സ്കൂളാണ്. ഒരു ട്രൈബൽ സ്കൂളിൽ ഇങ്ങനെ മാറാമെങ്കിൽ നിങ്ങൾക്ക് മാറിക്കൂടെ? ഈ ഇൻട്രാക്റ്റീവ് പാനൽ അതിൻ്റെ ഉള്ള തുടക്കമാണ്. ഞങ്ങൾ ഈ വർഷം 10 സ്കൂളിലേക്ക് ഇത് കണക്ട് ചെയ്തു. ഇത് ആദ്യം അവിടെ വിജയിച്ചു. അതിനുശേഷം ഞങ്ങളുടെ എംപ്ലോയീസിൻ്റെ കുട്ടികൾക്ക് ഓൺലൈനിലൂടെ ഒരു സെഷൻ തുടങ്ങി. മാസത്തിൽ 1 ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ 20 മണിക്കൂർ അസൈൻമെൻറ്റ്സ് ആണ്. ഇന്ന് ആ കുട്ടികളുടെ 2 വർഷം കൊണ്ട് അവരാകെ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ കീഴിൽ 24 മണിക്കൂർ മാത്രമാണ് പഠിച്ചത്. പക്ഷേ അവർ 20 മണിക്കൂർ, 24 × 20 മണിക്കൂർ അവർ ഹോംവർക്സ് ആയിട്ടുള്ള ജോബ്സാണ് ചെയ്തത്. ആ ഹോംവർക്കിലൂടെ അവരുടെ ലൈഫ് കംപ്ലീറ്റ്ലി മാറി. അവരിൽ റീഡിങ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തു. അവർ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് അവർക്ക് കുറിപ്പുകൾ എഴുതാൻ സാധിച്ചു തുടങ്ങി. അമ്മയുടെ അടുത്ത് നിന്ന് 25 ഡിഷ് ഓരോ കുട്ടികളും ഉണ്ടാക്കാൻ, അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്ന് അമ്മ സർട്ടിഫൈ ചെയ്തു. അത് അവർ വീഡിയോ ആക്കി, റീൽസ് ആക്കി, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അതിൽ പലരും ഇന്ന് ഷെഫ് ആവാൻ തീരുമാനിച്ചിരിക്കുന്നു, ടാലൻ്റ് ഉള്ളവർ. ഇങ്ങനെയുള്ള വളരെ ശക്തമായ രീതിയിലുള്ള ഓരോ കുട്ടിയുടെയും ടാലൻറ്റും പാഷനും അനുസരിച്ചുള്ള ഇൻഡസ്ട്രി കണ്ടെത്തണം. ഞങ്ങൾ അവരെ പഠിപ്പിക്കുന്നത് ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും അല്ല. ഇവിടെ ആവശ്യത്തിലേറെ എഞ്ചിനീയേഴ്സ് ഉണ്ട്. കഴിവില്ലാത്ത ഒരു വ്യക്തി എഞ്ചിനീയറോ ഡോക്ടറോ ആയാൽ നിങ്ങൾക്ക് മെമ്മറി ടെസ്റ്റ് വെച്ചിട്ട് പോയി എൻട്രൻസ് എഴുതിയിട്ട് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. നിങ്ങൾ ഇൻഡസ്ട്രിയിൽ വരുമ്പം നിങ്ങൾ ഇൻഡസ്ട്രിക്കും സൊസൈറ്റിക്കും ബാധ്യതയായി മാറും. സ്വന്തം അച്ഛന് അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കാൻ താല്പര്യം കാണിക്കാത്ത ഒരു കുട്ടി ഒരു നേഴ്സോ ഡോക്ടറോ ആയിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഇത് നമ്മൾ തിരിച്ചറിയണം. അത് ചെയ്യാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയുടെ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു കഴിവും ഇല്ലാത്തൊരു കുട്ടി വെറും മെമ്മറി ടെസ്റ്റിൻ്റെ പേരിൽ ഒരു എൻട്രൻസ് എക്സാം എഴുതി എഞ്ചിനീയറിംഗ് ഡോക്ടറുമായിട്ട് വരുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം അതായിരുന്നു. ഇതിന് മാറ്റം വരുത്തുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതി തുടങ്ങിയത്. ഞങ്ങളുടെ കമ്പനിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ട്രെയിനിങ് സിസ്റ്റം വേണം, അല്ലാതെ ഞങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അല്ലേ അവരവിടെ വന്ന് കാണിക്കുന്ന ആദ്യത്തെ 2 വർഷം കാണിക്കുന്ന തെറ്റുകൾ ഞങ്ങളുടെ കമ്പനിക്ക് ഉണ്ടാക്കുന്ന നഷ്ടം ഹ്യൂജാണ്. ഞങ്ങൾക്ക് ഒരിക്കലും ലോക നിലവാരത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള പരിശീലനം വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പരിശീലനമാണ്. ഇൻഡസ്ട്രിക്ക് വേണ്ട
ഒരു വ്യക്തിയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഡിഫറെൻ്റ് ആണ്. ഇന്ന് വരെ ഞങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരെ എടുത്തിട്ടുണ്ട്. ഒരു വ്യക്തി പോലും ഫസ്റ്റ് ഡേ ഇൻഡസ്ട്രിയിൽ പെർഫോം ചെയ്യാനായി റെഡിയായി വന്നിട്ടില്ല. അക്കാഡമിക് സിസ്റ്റം വെച്ചാൽ അത് വേറെ. അത് നമ്മുടെ അക്കാഡമിക് സിസ്റ്റം വെച്ചാൽ ഞാൻ ഒരു അധ്യാപക കുടുംബത്തിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് അധ്യാപകരെ കുറിച്ച് അറിയാം, അവരുടെ രീതികളെ കുറിച്ച് എല്ലാം അറിയാം. അധ്യാപകർക്ക് അവർക്ക് കൊടുക്കുന്ന സിലബസ് പഠിപ്പിക്കാനുള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ. അത് പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ എക്സ്ട്രാ, എൻ്റെ അമ്മയൊക്കെ ചെയ്ത പോലെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാം. പക്ഷെ അതിന് സമയപരിധിയുണ്ട്. അപ്പോൾ അവിടെയാണ് സമയത്തിൻ്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നത് 24 മണിക്കൂറാണ്. ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ടെങ്കിൽ ദൈവം സമയത്തിലുമുണ്ട്. കാര്യം ആ സമയം എല്ലാവർക്കും തുല്യമാണ്. ദൈവം ഏകനാണെങ്കിൽ, അത് എല്ലാവർക്കും തുല്യമാണെങ്കിൽ, നിങ്ങൾക്കെല്ലാം ഉള്ളത് ആ ദൈവം സമയത്തിൻ്റെ രൂപത്തിൽ എത്തിയിട്ടുണ്ട്. ആ ദൈവത്തിനെ കാണണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലെ വാച്ചിലേക്ക് നോക്കിയാലും നിങ്ങൾ ഈശ്വര വിശ്വാസിയായി മാറും. അവിടെയാണ് ഞങ്ങൾ സമയത്തിനെ ആരാധിക്കുന്ന രീതിയിൽ ഓരോരുത്തരെയും മാറ്റി മറിക്കാൻ തുടങ്ങി. 24 മണിക്കൂറിനെ ഞങ്ങൾ 3ആയിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. ഇതാണ് കുട്ടികളിൽ ഞങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയത്. 8 മണിക്കൂർ നിങ്ങളുടെ ശരീരത്തിന്, 8 മണിക്കൂർ നിങ്ങളുടെ മനസ്സിന്, 8 മണിക്കൂർ നിങ്ങളുടെ കർമ്മത്തിന്. 8 മണിക്കൂർ നിങ്ങളുടെ ശരീരത്തിന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഉറക്കം വേണം, നിങ്ങൾക്ക് കുറച്ച് എക്സസൈസ് വേണം, അത് ശരീരത്തിനുള്ളതാണ്. 8 മണിക്കൂർ നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയുള്ളതാണ് 8 മണിക്കൂർ. ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു മാസം 240 മണിക്കൂർ കിട്ടും. ഇൻക്ലൂഡിങ് നിങ്ങളുടെ സ്കൂളിലേക്ക് വരുന്ന സമയം അടക്കമാണ് അത് കൂട്ടേണ്ടത്. ആ വരുന്ന വഴിക്ക് ഇരുന്ന് ഉറങ്ങാൻ നിങ്ങൾക്ക് ആ സമയത്ത് എന്തെങ്കിലും വായിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയും ചെയ്യാം. സമയം കളയരുത്. ആ 8 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എത്ര നേടുന്നു, അതായിരിക്കണം അക്കാഡമിക്സിൽ നിന്ന് നിങ്ങൾ നേടുന്ന ഓരോ കാര്യത്തിനും ആപ്ലിക്കേഷൻ ഉണ്ടാവണം. A+B² കുറിച്ച് ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ ആദ്യം കുട്ടി ചോദിക്കേണ്ടത്, സർ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഈ അഡ്വക്കേറ്റ് ആവാൻ പോകുന്ന വ്യക്തി A+B² വേണ്ടി അധ്വാനിക്കാതെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാക്കും. പക്ഷേ ജീവിതത്തിൽ ആവശ്യമുള്ളവർ ആ ക്ലാസ്സിൽ ചിലപ്പോൾ A+B ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കും. അയാൾ അതിൽ ഡീപ്പായിട്ട് പോകും. അതേസമയം ഇവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ലൈഫ് സ്കിൽ ആൻഡ് സോഫ്റ്റ് സ്കിൽസ്. നിങ്ങളുടെ മറ്റ് 8 മണിക്കൂറുണ്ട്. അതിൽ നിന്നാണ് ഞങ്ങൾ എല്ലാ കുട്ടികളിലോടും പറയുന്നത്, നിങ്ങൾ 1 മണിക്കൂർ മാറ്റിവെക്കുക. 1 മണിക്കൂർ, 8 മണിക്കൂർ നിങ്ങൾ സമയത്തിനെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾ, അവരോട് പറഞ്ഞു 1 മണിക്കൂർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുകയോ അല്ലെ സ്പെൻഡ് ചെയ്യുമെന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺ ചിലപ്പോൾ പല മടങ്ങായിട്ട് ചിലപ്പം കിട്ടും. വായനാശീലം വളർത്തി അതിൻ്റെ ഗുണം ജീവിതകാലം മുഴുവനാണ് നിങ്ങൾ നേടുന്നത്. അതിലൂടെ കിട്ടുന്ന അറിവും അതിൻ്റെ കൂടെ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ലോകവും വേറെയാണ്. ഇത്തരം പദ്ധതികളെ എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ വരുന്ന ജൂൺ 1-ാം തീയതി മുതൽ ഞങ്ങളുടെ നാട്ടിൽ ലോകത്തിൽ തന്നെ റെവല്യൂഷൻ കുറിക്കുന്ന ഒരു അക്കാഡമി ഫോർമലായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ ട്രയൽ റണ്ണ് ഈ മാസം തുടക്കത്തിൽ മെയ് 1-ാം തീയതി അതിൻ്റെ ട്രയൽ റണ്ണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഓരോ കുട്ടിയും സ്പെൻഡ് ചെയ്യേണ്ടത് മാസം വെറും 10 മണിക്കൂറാണ് ഞങ്ങളുടെ അടുത്ത്. ആഴ്ചയിൽ 2 മണിക്കൂർ വെച്ചിട്ട് വരിക, 2 മണിക്കൂർ ഇടയ്ക്ക് പ്രാക്ടിക്കൽസ് പോലെയുണ്ട്. ഇത് ഞങ്ങൾ 10 മണിക്കൂർ കൊടുക്കുമ്പോൾ ഈ കുട്ടികൾ വീട്ടിൽ പോയിട്ട് ഒരു 30 മണിക്കൂർ ചെയ്യാനുള്ള അസൈൻമെൻറ്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയിൽ നിന്ന് കുക്കിംഗ് പഠിക്കണം, അച്ഛനിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ പല വിദ്യകൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കണം. അത് 3 വയസ്സ് തൊട്ട് 23 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവിടെ പഠിക്കാനുള്ള സംവിധാനമുണ്ട്. ഏതാണ്ട് 5000 കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അവിടെ 20 വർഷം കൊണ്ട് കരിയർ ഡിസൈൻ ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ട്. 5 വർഷത്തിൻ്റെ ഉണ്ട്, 1 വർഷത്തിൻ്റെ ഉണ്ട്, 6 മാസത്തിൻ്റെ ഉണ്ട്, 3 മാസത്തിൻ്റെ ഉണ്ട്. നിങ്ങൾ ഏതൊരു ഏജിലാണ് അതനുസരിച്ചിട്ടുള്ള സംവിധാനമുണ്ട്. പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഈ അക്കാഡമിക് യാത്ര 20 വർഷം, ഏതാണ്ട് 50,000 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് അവസാനം ഏതോ ഒരു ഇൻഡസ്ട്രിയിൽ എത്തിച്ചേരാനാണ്. ആ ഇൻഡസ്ട്രി കണ്ടെത്തുന്നത് നിങ്ങൾ 20 വർഷം സ്പെൻഡ് ചെയ്തതിന് ശേഷമായിരിക്കരുത്. എവിടുന്ന് തുടങ്ങുന്നു അതിൻ്റെ പകുതി ദൂരത്തിലോ കാൽ ദൂരത്തിലോ വെച്ച് നിങ്ങളത് തിരിച്ചറിയണം. നിങ്ങളുടെ ടാലൻ്റ് എന്ത്, പാഷൻ എന്ത്, ആ ഇൻഡസ്ട്രി ഏത് എന്ന് അതിനുള്ള ഗൈഡൻസ് ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു പാരലൽ എഡ്യൂക്കേഷൻ സിസ്റ്റമാണിത്. ഞങ്ങൾ അക്കാഡമിക്സിൽ തൊടുന്നില്ല. പക്ഷേ അക്കാഡമിക്സിൽ ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ന് നിങ്ങൾ അക്കാഡമിക്സിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 200 പേജിൻ്റെ പുസ്തകം വെറും 2 മണിക്കൂറിൻ്റെ കണ്ടൻ്റാക്കി ഇന്ന് റിലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ തിയേറ്ററിൽ വെച്ചിട്ട് ഞങ്ങൾ കാണിക്കുകയാണ്. അതായത് ഓരോ കുട്ടിക്കും ക്ലാസ്സിൽ ടീച്ചർ പഠിക്കാൻ ചെല്ലുമ്പോഴേക്കും ഇത് മുഴുവൻ ഹൃദിസ്ഥമായി ചെന്നു കഴിഞ്ഞാൽ
ആ ക്ലാസ് ഒന്ന് എത്ര മനോഹരമായിരിക്കും എന്നാലോചിച്ച്. ടീച്ചേഴ്സിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? നിങ്ങളുടെ മുന്നിൽ എൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ പഠിപ്പിച്ചു. ഞങ്ങൾക്ക് 5 മിനിറ്റ് മതി അത് പഠിപ്പിക്കാൻ. ഇത് കഴിഞ്ഞ് ടീച്ചർ വന്ന് ക്ലാസ്സിൽ എടുക്കുമ്പോൾ കുട്ടികൾ ആക്ച്വലി വേറെ ലെവലിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ട്യൂഷന് പോകേണ്ട കാര്യമില്ല. ആ സേവ് ചെയ്യുന്ന ടൈമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. ഞങ്ങൾ ഇവരുടെ മുന്നിലേക്ക് തുറക്കുന്നത് ഓരോ ഇൻഡസ്ട്രിയാണ്. മെയ് 1-ാം തീയതി ഫസ്റ്റ് ഡേ ഹൗസ്ഫുള്ളിലാണ് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഞങ്ങൾ ആദ്യം പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ പണം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നതല്ല. ഈ സ്കൂളിൽ അധ്യാപകരെ പണം വാങ്ങി കയറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഈ പ്രസ്ഥാനം തുടങ്ങിയത് പണത്തിന് വേണ്ടിയല്ല. ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടത് ഏറ്റവും കഴിവുള്ള ഇൻഡസ്ട്രിക്ക് പറ്റിയ വിദ്യാർത്ഥികളെയാണ് വേണ്ടത്. ഓരോ വിദ്യാർത്ഥിയെ ഇൻഡസ്ട്രി സ്പോൺസർ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ തുടങ്ങിയത്. അവിടെ കൃത്യമായി വരുന്ന കുട്ടിക്ക്, ഒരു ദിവസം പോലും ലേറ്റായി വരാത്ത ഒരു കുട്ടിക്ക്, സമയത്തിനെ ആരാധിക്കുന്ന ആ കുട്ടിക്ക് ഫീസ് ഇല്ല. എന്ന് ആ കുട്ടി ലേറ്റായി വരുന്നു, എന്ന് ആ കുട്ടി ആബ്സെൻ്റ് ആവുന്നു, അന്ന് തൊട്ട് ഫീസ്. അവിടെ 2 ബാച്ചാണ്, ഫീസ് ഉള്ളൊരു ബാച്ച്, ഫീസ് ഇല്ലാത്ത ബാച്ച്. പക്ഷേ ഫീസ് വാങ്ങുന്നത് ഈ കറണ്ട് ചാർജ് മീറ്റ്. കാര്യം എയർ കണ്ടീഷൻ റൂം, ഇന്ന് കേരളത്തിലെ എയർ കണ്ടീഷൻ ക്ലാസ്സിലിരുന്ന് പഠിക്കണമെങ്കിൽ 1.5 ലക്ഷം തൊട്ട് 3 ലക്ഷം രൂപ വരെയാണ് ഒരു വർഷത്തെ ഫീസ്. അവിടെ അതിലും നല്ല തിയേറ്റർ ക്ലാസ് റൂമിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ആ തിയേറ്റർ ക്ലാസ് റൂമുമായിട്ട് അവിടെ എന്ത് നടക്കുന്നു, അവിടെ ഒരു വലിയ റെവല്യൂഷൻ നടക്കുകയാണ്. അതിൻ്റെ കണക്ഷൻസ് ആണ് ഈ ഇൻറ്ററാക്റ്റീവ് ബോർഡ്സ് ഞങ്ങൾ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അതൊരു വോയ്സിറ്റി, ഒരു ഇൻഡസ്ട്രിയൽ വോയ്സിറ്റിയുടെ ബേസാണ്. ലോകത്തിൽ ഒരു വലിയ റെവല്യൂഷൻ തുടങ്ങുന്നതിൻ്റെ ബേസാണ്. അതിൻ്റെ എക്സ്റ്റെൻഡഡ് ആണ് ഈ പാനലിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത്. അതേസമയം ഈ പാനൽ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത ഒരു വർഷത്തിൽ ഞങ്ങൾ ഈ ഇൻറ്ററാക്റ്റീവ് പാനൽസ് കൊടുക്കുന്ന സ്കൂൾസിൽ ഏറ്റവും മികച്ച രീതിയിൽ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും എങ്ങനെ ഇവിടെ 20 ഡിഫറെൻറ്റ് ക്ലബ്സ് തുടങ്ങാം. ഒരു ക്ലബ്ബ് തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒരു 5 ലീഡേഴ്സിനെ കിട്ടും. കാര്യം ഇൻഡസ്ട്രിക്ക് എപ്പോഴും വേണ്ടത് 10 പേർക്ക് ഒരു ലീഡർ വേണം. അതായത് ഒരു ഫ്യൂച്ചർ മാനേജറായിട്ട് മാറേണ്ട 10-1 പേര് മാനേജേഴ്സ് ആവണം. ആ മാനേജേഴ്സിനെ കണ്ടെത്തണമെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അറിയണം. ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ വേണം. അവസരങ്ങൾ വേണമെങ്കിൽ അതിനുള്ള പദ്ധതികൾ വേണം. അതിനുവേണ്ടിയാണ് ഇന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിങ് ആൾക്കാരെല്ലാം ഏതെങ്കിലും ക്യാമ്പസിലെ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻസ് ആണ്. അവരറിയാതെ ഡെവലപ്പ് ചെയ്ത ലീഡർഷിപ്പാണ്. ഈ 20 ക്ലബ്ബ് എങ്ങനെ തുടങ്ങുന്നു, ഇതെല്ലാം ഇൻട്രാക്റ്റീവ് പാനലിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് നിങ്ങളുടെ സമയത്തിനെ നിങ്ങൾ മനോഹരമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കും. അച്ഛനെയും അമ്മയെ എങ്ങനെ സ്നേഹിക്കണം, റിലേറ്റീവ്സുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആവണം. ഇന്ന് കുട്ടികൾ അച്ഛനിലും അമ്മയിൽ നിന്ന് അകലിൽ തന്നെ ഞങ്ങൾ തിരിച്ചും അവരിലേക്ക് അടുക്കുകയാണ്. അമ്മയോടൊപ്പം അടുക്കളയിൽ നിന്ന് നിങ്ങൾ കുക്കിംഗ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അമ്മയിലേക്ക് അടുക്കുകയാണ്. എങ്ങനെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണം, ഒബ്ലിഗേഷൻ എന്താണ്, ഇങ്ങനെ ക്യാരക്ടർ ഡെഫിഷ്യൻസീസ് ഉണ്ട്. ഒരു വ്യക്തിയിൽ 100ഓളം ക്യാരക്ടർ ഡെഫിഷ്യൻസീസ് ഉണ്ട്. അത് മാറ്റേണ്ടത് ചൈൽഡ്ഹുഡിലാണ്. അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ 20-23 വയസ്സിൽ നിങ്ങളെ കിട്ടുമ്പോൾ നിങ്ങൾ ഏതാണ്ട് സെറ്റായി ചുടുകട്ട പോലെ ആയി കഴിഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടത് ആ ക്ലേ ഫോമിൽ നിങ്ങളെ കിട്ടുമ്പോഴാണ്, നിങ്ങളുടെ ബ്രെയിൻ ഫ്രഷ് ആയിട്ടിരിക്കുമ്പോഴാണ്. ആ സമയത്ത് നിങ്ങളുടെ ക്യാരക്ടറിനെ മാറ്റാൻ പറ്റും. പക്ഷേ നമ്മളുടെ സ്കൂളിലെ അക്കാഡമിക് സിസ്റ്റത്തിനകത്ത് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഓരോ കുട്ടിയുടെയും ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. കാര്യം അവിടെ ക്ലാസ്സിലെ 50 കുട്ടികൾക്ക് ഒരു സിലബസാണ്. നമ്മളുടെ സിസ്റ്റത്തിൽ 50 പേർക്ക് 50 സിലബസാണ്. കുട്ടിയെ കൊണ്ട് ആ കുട്ടിയുടെ സിലബസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കുട്ടിയെ കൊണ്ടാണ് നമ്മൾ ചെയ്യിക്കുന്നത്. ഓരോ കുട്ടിക്ക് സ്വന്തമായ സിലബസ് ഉണ്ട്. ഞങ്ങളുടെ പരീക്ഷകൾ ഞങ്ങളല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത്, കുട്ടികളുടെ അടുത്താണ് പറയുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഉത്തരം കടന്നു കഴിഞ്ഞു. ഉത്തരം പഠിച്ചതിന് ശേഷമാണ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. സ്കൂളിൽ എന്ത് നിങ്ങൾ ചെയ്യുന്നു അതിൻ്റെ നേരെ ഒരു റിവേഴ്സ് പ്രോസസ്സാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഒരു മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. പക്ഷേ ഇതിന് ടീച്ചേഴ്സിനകത്തും ഇതിനോടൊപ്പം തന്നെ പരിശീലനമുണ്ട്. കാര്യം എയുടെ ലോകത്തേക്ക് ടീച്ചേഴ്സ് വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാം. ഇന്ന് ചൈനയിൽ നടക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളെക്കാളും 10 വർഷത്തിന് മുന്നിലാണ്. അത് ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് അപ്പുറം ഒരു സിസ്റ്റത്തിലേക്കാണ് ഞങ്ങൾ ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത്. അവരോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്തില്ലെങ്കിൽ കുട്ടികൾ പറയും ഞങ്ങൾ എന്തിനാണ് സ്കൂളിൽ പോയിട്ട് ഇത്രയും 8 മണിക്കൂർ എന്തിനാണ് ഞങ്ങൾ സ്കൂളിൽ പോകുന്നത്. കാര്യം ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് നിങ്ങൾ സ്കൂളിൽ പോകാതെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള സംവിധാനമുണ്ട്. ഇൻഡസ്ട്രിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡസ്ട്രിയിൽ നിങ്ങളെ ഏത് കമ്പനിയും ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കാൻ വേണ്ടി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നോക്കുക. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നോക്കിയില്ലെങ്കിൽ 100 കൂട്ടം ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് വരും. ഞങ്ങൾക്ക് നിങ്ങളെ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് സർട്ടിഫിക്കറ്റ് ആദ്യം ചോദിക്കുന്നത്. ഞാൻ ഇന്ന് വരെ എൻ്റെ സ്ഥാപനത്തിൽ ഇറക്കുന്ന ഒരാളുടെ പോലും മാർക്ക് ഷീറ്റ് നോക്കിയിട്ടില്ല, A+ നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല.
ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് റാങ്ക് ആണെങ്കിലും ലാസ്റ്റ് റാങ്ക് ആണെങ്കിലും പെർഫോം ചെയ്യുന്ന ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്താൽ അകത്ത്, അത് അകത്ത് കയറാനുള്ള പാസ് മാത്രമാണ്. ആ ഇൻഡസ്ട്രിയിലും ഇനി നിങ്ങൾ 20-30 വർഷം വർക്ക് ചെയ്യണം. അവിടെ ഒരു ഏണിയിൽ കയറുന്ന പോലെയാണ്. ആ ഏണിയുടെ മുകളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് ആണ്, ഞാൻ ക്ലാസ്സിലെ മൊത്തം A+ ആണ് അങ്ങനെ കുട്ടിയെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് അത് അറിയേണ്ട കാര്യമില്ല. വാട്ട് ഈസ് യുവർ ഔട്ട്പുട്ട്, വാട്ട് ഈസ് യുവർ ബിഹേവിയർ ഇൻ ദ ഇൻഡസ്ട്രി. നിങ്ങൾ നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന വ്യക്തിയാണ്, പക്ഷേ നിങ്ങളുടെ ബിഹേവിയർ ഈസ് സോ ബാഡ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഈസ് സോ ബാഡ്. മാനേജർ പറഞ്ഞാൽ കേൾക്കില്ല, ഡിസിപ്ലിൻ ഇല്ല, ഇഷ്ടമുള്ളപ്പം വർക്ക് ചെയ്യും. ഔട്ട്പുട്ട് മാത്രം പോരാ, ഇൻഡസ്ട്രിയിൽ ബിഹേവ് ചെയ്യേണ്ട ഒരു പാറ്റേൺ ഉണ്ട്. ഇതെല്ലാം ആണ് ഞങ്ങൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് പാരലായിട്ട്. ഇതൊന്നും നമ്മുടെ അക്കാഡമിക് സിസ്റ്റത്തിൽ ഇല്ല. ഇതിനനുസരിച്ച് എ എന്താണ്, എയുടെ ആപ്ലിക്കേഷൻ എന്താണ്, ഇത് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിൻ്റെ തുടക്കമാണ് ഇവിടെ. പക്ഷേ ഈ അടുത്ത ഒരു വർഷത്തിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇതൊരു വലിയ റെവല്യൂഷൻ തുടക്കുക. കാര്യം ഒരു വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ പ്രോജക്റ്റ് റിപ്പോർട്ട് ആക്കിയിട്ട് വേണം മറ്റു സ്ഥലങ്ങളിലേക്ക് മറ്റുള്ളവർക്ക് തുടങ്ങാൻ വേണ്ടി കൊടുക്കാൻ. ഈ ഒരു വർഷത്തെ ജേണിയിൽ ജൂൺ 1 തൊട്ട് അടുത്ത മെയ് 31 വരെയാണ് നമ്മൾ ഇതിന് സമയം കാണുന്നത്. ഈ ഒരു വർഷത്തിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന സ്കൂളിന് ഞങ്ങളൊരു തിയേറ്റർ ക്ലാസ് റൂം, അതായത് അട്ടപ്പാടിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്ത അതേ തിയേറ്റർ ക്ലാസ് റൂം ആ സ്കൂളിന് കിട്ടും. എൻ്റെ ആഗ്രഹം, കാര്യം എൻ്റെ അമ്മ പഠിപ്പിച്ച സ്കൂള്, അമ്മ ഈ സ്കൂളിന് വേണ്ടി നടത്തിയ ത്യാഗം എനിക്കറിയാം. എല്ലാ ദിവസവും ഈ സ്കൂളിൽ ഞാൻ വരില്ല എന്നേ ഉള്ളൂ. സ്കൂളിലെ എല്ലാ കഥയും വൈകിട്ട് വന്ന് അമ്മ അച്ഛനോട് പറഞ്ഞു കേൾക്കുന്ന കാര്യം. ഇവർ തമ്മിൽ സംസാരിക്കുന്നത്, ഞങ്ങളിപ്പം ഞാൻ പഠിക്കുന്ന ടേബിളും ചെയറും ഇവർ സംസാരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ. എല്ലാ അമ്മ വന്ന് 1 മണിക്കൂർ അച്ഛനോട് സ്കൂളിൽ നടന്ന എല്ലാ കഥയും പറയുന്നതുകൊണ്ട് എനിക്ക് സ്കൂളിൽ അന്നും പഠിപ്പിച്ചിരുന്ന എല്ലാ അധ്യാപകരെയും അറിയാം, ഇവിടെ എന്താ നടക്കുന്നതെന്നറിയാം, ഇവിടുത്തെ നല്ല നല്ല കുട്ടികളുടെ പേരറിയാം, അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാം, മാനേജ്മെന്റിനെ കുറിച്ച് അറിയാം. എത്രയോ അച്ഛന്മാരുടെ പേര് എനിക്കറിയായിരുന്നു ഇവിടെ വന്നു പോകുന്ന. അങ്ങനെ ഇവിടെ പഠിപ്പിച്ച എത്രയോ പേരുടെ വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ എൻ്റെ തൊട്ടടുത്ത് തങ്കമ്മ ടീച്ചറിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ താമസിക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലുണ്ട്. അവിടെ എൻ്റെ സിസ്റ്റർ ഡോക്ടറാണ്, അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കൊട്ടാരക്കരയുമായിട്ട് അത്രയും അഭേദ്യമായ ബന്ധമുണ്ടെങ്കിലും ജോലി തിരക്കിനിടയിൽ ഈ 45 വർഷത്തിനിടയിൽ വരാൻ സാധിച്ചില്ല. പക്ഷേ ഇനി നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് പോകണം. അമ്മയുടെ ഓർമ്മകൾ നിൽക്കുന്ന ഈ സ്കൂളിലെ നമുക്ക് ഇത്തവണത്തെ റിസൾട്ട് അനുസരിച്ചിട്ട് കൊല്ലം ജില്ലയിലെ മികച്ചതായതുപോലെ ഈ സ്കൂളിനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 5 വർഷം കൊണ്ട് ഈ സ്കൂള് കേരളത്തിലെ ഏറ്റവും മികച്ച സ്കൂളോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മികച്ച സ്കൂളോ ആക്കി മാറ്റാൻ ഒരു പാടുമില്ല. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ വനിതകൾക്ക് ഏതാണ്ട് 150ഓളം വനിതകൾ മാത്രമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ വനിതകൾക്ക് 8 വർഷമായിട്ട് ലോകത്തിലെ ഏറ്റവും മികച്ച മോസ്റ്റ് എഫിഷ്യന്റ് ഓഫീസാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിലെ പെൺകുട്ടികൾക്കും അത് സാധിക്കും. എൻ്റെ അമ്മയുടെ എനർജി നിങ്ങളുടെ ഒക്കെ എവിടെയോ ആത്മാവിൻ്റെ രൂപത്തിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിന് എനിക്ക് വേണ്ടത് എനർജറ്റിക് ആയിട്ടുള്ള ഏറ്റവും മികച്ച അധ്യാപകീയമാരിൽ ഒരാളെ, അത് പ്രിൻസിപ്പലിൻ്റെ ഉത്തരവാദിത്വമാണ്. ഒരാളെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അധ്യാപികയോ ഞങ്ങൾക്ക് വിട്ടുതരിക. ബാക്കി ഞങ്ങളുടെ ടീം അത് ഗൈഡ് ചെയ്യും. ഈ ഇന്ററാക്റ്റീവ് പാനലിലൂടെ എവറി ഡേ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗൈഡൻസ് വരും. ഇതിന് ഫീസൊന്നും ഇല്ല, ഇത് ഫ്രീ ആയിട്ട് തരുന്ന ഒരു സിസ്റ്റമാണ്. നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്യുക, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള യാത്ര നിങ്ങൾ പഴയ നിങ്ങളുടെ സീനിയേഴ്സൊക്കെ ചെയ്ത പോലെ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ പഠിച്ച് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴേക്കും ഇൻഡസ്ട്രി വേറെ ലെവലിലേക്ക് പോയി. അവിടെ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് വെച്ചിട്ട് എടുക്കുന്ന കാലം മാറി. ഞങ്ങളുടെയൊക്കെ കമ്പനിയിലുള്ള ഇനി സെലക്ഷനേ വേറെയാണ്. ഞങ്ങൾ ഇന്നെന്ത് ചെയ്യുന്നു ഇതാണ് മറ്റ് കമ്പനികൾ 5 വർഷത്തിന് ശേഷം ചെയ്യുന്നത്. കാര്യം ഞങ്ങൾ അത്ര അഡ്വാൻസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എല്ലാം മാറിക്കഴിഞ്ഞു. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ തിരിച്ചറിയണം. ഒരു എഞ്ചിനീയറിംഗ് കോളേജിലോ മെഡിക്കൽ കോളേജിലോ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം ഉതകുന്നത്. പക്ഷേ ഈ 5 വർഷം കഴിഞ്ഞിട്ടുള്ള അഡ്മിഷൻസ് പലപ്പോഴും ഈ എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും ചിലപ്പം വെർച്വൽ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് മാറും. മെറ്റാവേഴ്സ്, അടുത്ത വർഷം നിങ്ങളെല്ലാവരും വെയർ ചെയ്യുന്നത് മെറ്റാ ഗ്ലാസുകളാണ്. ഈ മെറ്റാ ഗ്ലാസ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഇൻ എ വെർച്വൽ വേൾഡ്. ഇതിൽ പല കുട്ടികൾക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇതൊക്കെ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. മെറ്റാ ഗ്ലാസ് ഞാൻ വാങ്ങിയിട്ട് 3 വർഷമായി. മനസ്സിലായില്ല? അത് വെച്ച് കഴിഞ്ഞാൽ യു ആർ ഇൻ എ ഇമ്മേഴ്സ് വേൾഡ്. നിങ്ങൾ ഈ ക്ലാസ്സിൽ വരാതെ ക്ലാസ്സിൽ വരുന്ന ഫീൽ ഉണ്ടാകാം. ഇങ്ങനെ ഒരു ലോകത്തേക്ക് നിങ്ങൾ പോകുന്നത് ഈ എല്ലാ ദിവസവും ഞങ്ങൾ തരുന്ന കണ്ടന്റിലൂടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ വരാൻ പറ്റില്ല, പക്ഷേ ഓൺ എ റൊട്ടേഷൻ ബേസിസ് എവറി ഡേ ഈ കുട്ടികൾക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഇവിടെ കാണാനുള്ള, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം 1 അവർ വെച്ചിട്ടെങ്കിലും ഇത് റൊട്ടേഷനിൽ ഇവിടെ വരിക. ആ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഞങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ് ഇവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക.
1 വർഷത്തിനുള്ളിൽ ഇതൊരു തിയേറ്റർ ക്ലാസ് റൂം ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്ട്ലി ലിങ്ക് ടു അവർ അക്കാഡമി. അപ്പോൾ അത് നിങ്ങളുടെ ലക്ഷ്യമാക്കുക. 5 വർഷത്തിൽ ഈ സ്കൂളിനെ കേരളത്തിലെ നമ്പർ 1 ഇന്ത്യയിലെ നമ്പർ 1 ആക്കി മാറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ. താങ്ക് യു.